ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മെ ഏവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പുലർച്ചി പാലിക്കണം എന്ന് സ്വന്തത്തിൽ ബാധ്യതയുള്ളതുപോലെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉരീക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ യഥാവിധം അനുസരിക്കുന്ന മുഅ്മിനീങ്ങളുടെ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും പുറത്തു വന്ന് അള്ളാഹു നമ്മെ ഏവരെയും അവൻ്റെ മഹത്തായ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ, കഴിഞ്ഞ ഒരാഴ്ചയായി മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ കേട്ട വാർത്തകൾ ഏറെ വേദനാജനകമായ വാർത്തകളാണ്. ഒരു സ്കൂളിലെ അധ്യാപകരും അവരുടെ കുടുംബവും ഈ വെക്കേഷൻ കാലയളവിൽ വിനോദയാത്ര പോവുകയും അവർ സഞ്ചരിച്ച വാഹനം ചുരത്തിൽ നിന്ന് താഴേക്ക് പതിച്ച് 10ഓളം ആളുകൾ മരണപ്പെട്ട വാർത്ത നമ്മൾ വേദനയോടുകൂടിയാണ് കേട്ടത്. ആ വേദനയും പ്രയാസവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും വെടിപ്പോരൊക്കെ തീപിടിച്ച് 23-ലധികം ആളുകൾ മരണപ്പെട്ട വാർത്തയും നമ്മൾ കേട്ടു. അതിൻ്റെ നടുക്കവും പരിപൂർണമായും വിട്ടുമാറും മുന്നേ തൊട്ടടുത്ത ദിവസമാണ് ഒരു ഉത്സവത്തിൽ അതിനുവേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിൽ വെടിശാലക്ക് തീപിടിച്ച് പൊട്ടിത്തെറിച്ച് 16ഓളം പേർ മരണപ്പെട്ട വാർത്തയും നമ്മൾ കേട്ടത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ആവർത്തിച്ചുള്ള മരണവാർത്തകൾ ഈ രൂപത്തിൽ ചെറുതും വലുതുമായി നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. എന്നാൽ ഇത്തരം മരണവാർത്തകൾ നമ്മുടെ ചെവിയിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിലേക്ക് എത്തുമ്പോൾ, ആ മരണവാർത്തകൾ നമ്മളെ എന്തെങ്കിലും ചിന്തിപ്പിക്കുന്നുണ്ടോ, ഓർമ്മിപ്പിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളോട് മരണത്തെ ധാരാളമായി ഓർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മരണചിന്ത എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് നന്നാകാൻ ഉതകുന്ന കാരണമാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, കഫാ ബിൽ മൗതി വഇളൻ. ഒരു വ്യക്തിയോട് ഏറ്റവും നല്ല വഅള്, ഏറ്റവും നല്ല ഉപദേശകൻ, അത് മരണം മാത്രം മതിയാകും. സ്റ്റേജ് കെട്ടി പ്രസംഗിക്കേണ്ട, അതല്ലെങ്കിൽ ഖുതുബകളിൽ മിനിറ്റുകൾ, മണിക്കൂറുകൾ നീണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒന്നും ഒരു വ്യക്തിക്ക് ആവശ്യമില്ല. ഒരു വ്യക്തിക്ക് നന്നാകണമെന്ന ചിന്തയുണ്ടെങ്കിൽ അവന്റെ കൺമുന്നിലേക്ക് എത്തുന്ന മരണങ്ങൾ, അവന്റെ ചെവിയിലേക്ക് എത്തുന്ന മരണ വാർത്തകൾ തന്നെ മതിയാകും എന്ന് മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാർ, ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ മരണ വാർത്തകൾ നമ്മളിലേക്ക് എത്തുമ്പോൾ ചില കാര്യങ്ങൾ ഓരോ മരണവും നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, മരണം എന്നതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. ഏത് സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മരിപ്പിക്കാം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഇത്ര സമയം വരെ ഞാൻ ജീവിക്കുമെന്ന് ഒരാൾക്കും പറയാൻ സാധ്യമാവുകയില്ല. ഞാൻ ഇന്ന സ്ഥലത്തുണ്ടാകുമ്പോൾ മാത്രമാണ് മരിക്കുക എന്ന് നമുക്കൊരാൾക്കും പറയാൻ കഴിയില്ല. ഇത്ര വയസ്സുവരെ എനിക്ക് ജീവിക്കാൻ കഴിയും, എൻ്റെ ഇന്ന പണികളൊക്കെ എനിക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ കൊട്ടിയടച്ച ഒരു കോട്ടയുടെ അകത്താണ് നിങ്ങൾ പോയി ഒളിച്ചതെങ്കിലും അള്ളാഹു നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ ആ മരണം നിങ്ങളെ പിടികൂടുമെന്ന്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ആ മരണത്തിൽ നിന്നും നിങ്ങൾ ഓടി ഒളിക്കാൻ ശ്രമിച്ചത് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ എത്രത്തോളം മരണത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും ഫഇന്നഹു മുലാഖീകും, നിശ്ചയമായും ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് സൂറത്തുൽ ജുമുഅയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ജീവനം നീട്ടിക്കിട്ടാൻ വേണ്ടി, മരിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഷുഗറുള്ള ആളുകൾ അത് കൂടാതിരിക്കാൻ മാത്രമുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ, അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ,
അതേപോലെ തന്നെ മറ്റു പല കാര്യം ചെയ്ത് നമ്മൾ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ മാത്രമുള്ള, പെട്ടെന്ന് മരിച്ചു പോകാതിരിക്കാനും ശരീരത്തെ നശിപ്പിക്കാതിരിക്കാനും വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ ഇതെല്ലാം ചെയ്തിട്ടും നമ്മൾക്കതെല്ലാം ചെയ്തത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ കുറച്ച് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുമെന്ന് നമ്മൾ ഒരാളും വിചാരിക്കേണ്ടതില്ല. ആളുകൾക്ക് ബോഡി ബിൽഡപ്പ് ട്രെയിനിങ് നൽകുന്ന, നല്ല ആരോഗ്യ ദൃഢഗാത്രനായ, പറയാൻ മാത്രം ഒരു അസുഖവുമില്ലാത്ത നല്ല ശരീരമുള്ള ബോഡി ബിൽഡറായ ആളുകളൊക്കെ പെട്ടെന്നൊരു ദിവസം എന്താണെന്ന് പോലും കാരണം തിരിച്ചറിയാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടതും വായിച്ചതുമാണ്. സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ കൈകളിലേക്ക്, നമ്മുടെ കണ്ണുകളിന് മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മരണത്തെക്കുറിച്ച് ആലോചിക്കാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. ഒരു ദിവസം നമ്മൾ ഓരോരുത്തരും മരണപ്പെടും. ആ മരണത്തെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കാൻ, ആ യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്ന് ചോദിച്ചു, റസൂലേ, അയ്യുൽ മുഅ്മിനീന അഖിയസ്, വിശ്വാസികളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ, നല്ല ബുദ്ധിമാൻ ആരാണ്? റസൂലിന്റെ മറുപടി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി ഏറെ ചിന്തനീയമാണ്. അതിനപ്പുറത്തേക്ക് ഒരു മറുപടി ലോകത്തൊരാൾക്കും നൽകാൻ കഴിയുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അക്തറുഹും ലിൽ മൗതി ദിക്റൻ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ. അക്തറുഹും ലിൽ മൗതി ദിക്റൻ, ഏറ്റവും കൂടുതൽ മരണത്തെ ഓർക്കുന്നവൻ അവനാണ് ബുദ്ധിമാൻ. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ, എന്നിട്ട് ആ മരണത്തിന് ശേഷമുള്ള ജീവനത്തിന് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുന്നവൻ. ഉലൈക ലക്കിയാസ്, ഉലൈക ലക്കിയാസ്, ഉലൈക ലക്കിയാസ്, ആ ആളുകൾ മാത്രമാണ് ബുദ്ധിമാന്മാരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 വട്ടം ആവർത്തിച്ചു പറഞ്ഞു. സഹോദരന്മാരെ, ഇതിനേക്കാൾ വലിയ മറുപടി ആർക്കാണ് നൽകാൻ സാധ്യമാകുന്നത്? സ്കൂളിൽ നന്നായി പഠിക്കുന്നവൻ, റാങ്ക് കരസ്ഥമാക്കിയവൻ, അവനാണ് ഏറ്റവും നല്ല ബുദ്ധിമാൻ എന്ന് നമുക്ക് ആർക്കാണ് പറയാൻ സാധ്യമാവുക? അവൻ നേടിയെടുത്ത റാങ്കുകൾ, അവൻ നേടിയെടുത്ത അവന്റെ സർട്ടിഫിക്കറ്റുകൾ അവന് പോലും ഉപകാരപ്പെടുമോ എന്ന് നമുക്കൊരാൾക്കും പറയാൻ സാധ്യമാവുകയില്ല. SSLC-യിലും പ്ലസ് ടുവിലും ഒക്കെ ഉന്നതമായ മാർക്ക് വാങ്ങി MBBS-ൽ ഏറ്റവും നല്ല സീറ്റ് കരസ്ഥമാക്കിയിട്ട് ആ കോഴ്സ് പൂർത്തിയാക്കും മുമ്പ് മരണത്തിന്റെ വെളിക്കുത്തരം നൽകിയ ധാരാളം ആളുകളുടെ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ നേടിയെടുത്ത ആ റാങ്കുകളാണ്, അവന്റെ നേട്ടങ്ങളാണ്, അവരാണ് ഏറ്റവും നല്ല ബുദ്ധിമാനെന്ന് ഒരാൾക്കും പറയാൻ സാധ്യമാവുകയില്ല. ഒരു ബിസിനസ് ആരംഭിച്ച് ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി, വലിയ സമ്പത്തുണ്ടാക്കി, വലിയ പണക്കാരനായി ആ ബിസിനസ്സിന് ഏറ്റവും നല്ല വിജയത്തിലേക്ക് എത്തിച്ചവനാണ് ഒരു നല്ല ബുദ്ധിമാനെന്ന് നമുക്ക് പറയാം. പക്ഷേ അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് നമുക്ക് പറയുക സാധ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അവൻ നേടിയെടുക്കുന്ന ഈ ഭൗതികമായ കാര്യങ്ങളെല്ലാം അതെല്ലാം നൈമിഷികമാണ്, എല്ലാം നൈമിഷികമാണ്. നമ്മൾ നേടിയെടുക്കുന്ന സമ്പത്ത് അത് എത്ര കാലം നമ്മുടെ കൂടെ നിൽക്കും? നമ്മൾക്ക് കാലാകാലം ആ സമ്പത്തുമായി ഇവിടെ ജീവിക്കാമെന്ന് ഒരാൾക്കും പറയാൻ സാധ്യമാവുകയില്ല. പ്രവാചകനെ പഠിപ്പിച്ചില്ലേ, എന്റെ ഉമ്മത്തിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ അത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. അതാണ് ശരാശരി പ്രായം. അതിനപ്പുറത്തേക്ക് ഒരാൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെറും ബോണസ് മാത്രമാണ്. എന്നാൽ ആ 60 വയസ്സ് വരെ എത്തുമെന്ന് ആർക്കാണ് പറയാൻ സാധ്യമാവുക? എത്രയെത്ര കുട്ടികളാണ് വല്യപ്പമാർ കിടക്കയിൽ കിടന്ന് ദിവസങ്ങൾ നരകിച്ചു തീർക്കുന്നതിനിടയിൽ ചെറിയ കുട്ടികളെ മരണപ്പെട്ട വാർത്തകൾ നമ്മൾ എത്ര കേട്ടിട്ടുണ്ട്. എത്രയെത്ര ആളുകളാണ് അസുഖവുമായി കൊണ്ട് കിടക്കയിൽ മഞ്ഞിട്ട് നീങ്ങുന്നത്, അവന്റെ മരണം വന്നിട്ടൊന്നുമില്ല. എന്നാൽ എത്രയെത്ര ആരോഗ്യമുള്ള, പരിപൂർണമായ ആരോഗ്യമുള്ള ആളുകളാണ് ഒരു കാരണവുമില്ലാത്ത രൂപത്തിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കവിതയിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യമുള്ളവർ പെട്ടെന്ന് മരിക്കുന്നു, ആരോഗ്യമില്ലാതെ കിടക്കയിൽ ആശുപത്രിയിൽ കിടക്കുന്നവൻ അവൻ മാസങ്ങളും വർഷങ്ങളും തള്ളിയിരിക്കുന്നു. ആരോഗ്യമില്ലാത്തതാണ് അസുഖം പിടിക്കുന്നത്, പെട്ടെന്ന് മരിക്കാൻ കാരണമാകുമെന്ന് നമുക്ക് പറയാൻ സാധ്യമാവുകയില്ല. ആരുടെ മരണം എപ്പോൾ, എവിടെ വെച്ച്, ഏത് സന്ദർഭത്തിൽ നമുക്കൊരാൾക്കും പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് സഹോദരിമാരെ ആ മരണത്തെ നന്നായി കൊണ്ട് ഓർമ്മിക്കുവാൻ, എന്നിട്ട് അത് വെച്ച് ജീവനം നന്നാക്കുവാനായിരിക്കണം നമ്മൾക്ക് കഴിയേണ്ടത്. ഇന്ന് നമ്മുടെ മരണം എന്ന് വിളിക്കുന്നുവെങ്കിൽ മലക്കൽ മൗത്ത് വന്ന് നമ്മളെ വിളിച്ചു കൊണ്ടുപോകാൻ വന്നു കഴിഞ്ഞാൽ സന്തോഷത്തോടുകൂടി ആ വിളിക്കുത്തരം കഴിയുന്ന അവസ്ഥയിലാണോ എന്റെ ജീവിതം എന്നാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്.
ആ മരണം നമ്മൾ വിളിക്കുന്നതിന് മുമ്പ് ജീവൻ ഒന്നിനീകരിക്കുവാൻ നമ്മൾക്ക് സാധ്യമാക്കേണ്ടതുണ്ട്. ജീവിതം കൊണ്ട് നേടിയെടുക്കേണ്ട കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ നമ്മൾക്ക് സന്നദ്ധമാക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഭൗതികമായി നമ്മൾ ചെയ്തു വെച്ചിട്ട് പരലോകത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ നഷ്ടക്കാരായിരിക്കും. സഹോദരന്മാരെ, മരണം വന്നെത്തുമ്പോൾ നമ്മൾ ദുഃഖിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസം നേരെയായിട്ടില്ല എങ്കിൽ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്തു കൂട്ടിയിട്ടും ആരുടെയെല്ലാം നല്ല വർത്തമാനങ്ങൾ നമ്മൾ കരസ്ഥമാക്കിയിട്ടും അതുകൊണ്ട് കാര്യമുണ്ടാവുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തേക്ക് വന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് 1,00,000-ൽ പരം വരുന്ന പ്രവാചകന്മാരെ അള്ളാഹു പറഞ്ഞയച്ചത് അവരുടെ എല്ലാം വിശ്വാസം നേരെയാക്കാൻ വേണ്ടിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാരെയും പറഞ്ഞയച്ചത്. അള്ളാഹുവിനോട് നിങ്ങൾ തേടണം, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പടച്ചവനോട് ചോദിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി എല്ലാ പ്രവാചകരും വന്നത്. പടച്ചോനെ എന്ന് വിളിക്കുന്ന ആളുകൾ നിങ്ങൾ അങ്ങനെ തന്നെ വിളിക്കണം അത് എന്ന് പറയാനല്ല പ്രവാചകന്മാർ വന്നത്. മറിച്ച് പടച്ച റബ്ബേ എന്ന് വിളിക്കുന്നവരോട് നിങ്ങൾ അങ്ങനെ മാത്രം വിളിക്കണം, ആ റബ്ബിന്റെ കൂടെ നിങ്ങൾ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കാനുള്ള പ്രവാചകന് വന്നത്. റബ്ബിനെ തിരിച്ചറിയാത്ത ഒരു സമൂഹത്തിലേക്കായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. പ്രവാചകന്റെ ഉപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ്, അള്ളാഹുവിന്റെ അടിമ എന്നാണ് പ്രവാചകന്റെ പിതാവിന്റെ പേര്. പ്രവാചകൻ ജനിക്കും മുമ്പ് തന്നെ അവർക്ക് അള്ളാഹുവിനെ അറിയാമായിരുന്നു, അവർ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു. പക്ഷേ എന്തായിരുന്നു അവരുടെ പ്രശ്നം? വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ 3-ാം വചനത്തിലൂടെയും 11-ാം അധ്യായത്തിന്റെ 18-ാം വചനത്തിലൂടെയും അള്ളാഹു പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവോട് പ്രാർത്ഥിക്കും, പക്ഷേ അള്ളാഹുവോടൊപ്പം തന്നെ അള്ളാഹുവിലേക്ക് അടുപ്പം സിദ്ധിച്ചു എന്ന് അവർ വിശ്വസിക്കുന്ന അമ്പിയാക്കളോട്, വലിയമാരോട്, അവർക്കേറെ ഇഷ്ടമുണ്ടായിരുന്ന അള്ളാഹുവിലേക്ക് അടുത്തു എന്ന് അവർക്കറിയാൻ സാധ്യമാകുന്ന മഹത്തുക്കളോട് അവർ പ്രാർത്ഥിക്കുമായിരുന്നു. എങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു? ലാത്തയും ഉസ്സയും മനാത്തയും ഇബ്രാഹിം നബിയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും അവരുടെ കാര്യങ്ങൾ നേരിട്ട് അവർക്ക് പൂർത്തീകരിച്ചു നൽകുമെന്ന വിശ്വാസത്തിലായിരുന്നില്ല അവർ പ്രാർത്ഥിച്ചത്. ഇവരെല്ലാം അള്ളാഹുവിലേക്ക് അടുപ്പം സിദ്ധിച്ചവരാണ്. നമ്മൾ അവരോട് തേടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അവർ നമ്മുടെ കാര്യങ്ങൾ പറയും, നമ്മൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും, ശഫാഅത്ത് ചെയ്യും. അങ്ങനെ അവർ അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കും. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവോട് പറയുമ്പോൾ അവരോട് പറയുമ്പോൾ അവർ അള്ളാഹുവോട് പറയുകയും അങ്ങനെ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിച്ച് നൽകുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. വലിയമാരോട് ചോദിക്കുമ്പോൾ, വഹീദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോൾ വഹീദ്ദീൻ ശൈഖ് സ്വമേധയാ എന്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി നൽകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷേ വഹീദ്ദീൻ ശൈഖ് റബ്ബിലേക്ക് അടുത്ത വ്യക്തിയാണ്. അവരോട് ചോദിക്കുമ്പോൾ അവർ നമ്മുടെ കാര്യങ്ങൾ പടച്ചവരോട് റെക്കമെൻഡ് ചെയ്യുകയും അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുകയും ചെയ്യുമെന്നാണ് ആളുകളുടെ വിശ്വാസം. ആ വിശ്വാസം തെറ്റാണെന്ന് പഠിപ്പിക്കാനാണ് പ്രവാചകൻ വന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ നിലക്ക് ആ വിശ്വാസത്തെ എല്ലാം തുടച്ചു മാറ്റി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് മാത്രം നമ്മുടെ ആവശ്യങ്ങളെല്ലാം അർപ്പിക്കുവാൻ കഴിയുന്നിടത്താണ് നമ്മുടെ വിജയമുള്ളത്. ആ അവസ്ഥയിൽ മരണപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമാകുന്നത്. ഇനിയോ ആ വിശ്വാസം മാത്രം നമുക്കുണ്ടായാൽ പോരാ. അല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണമെന്ന് അല്ലാഹു ഈമാനിന്റെ കൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം, നന്മകൾ ചെയ്യണം, ആളുകളെ ബുദ്ധിമുട്ടിക്കരുത്, ജനങ്ങളെ പ്രയാസപ്പെടുത്തരുത്, ഹറാമുകൾ ജീവിതത്തിൽ ചെയ്യരുത്. അള്ളാഹുവിന്റെ കൽപ്പനകളെ പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ വിരോധങ്ങളെ പരിപൂർണമായി മാറ്റിവെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് എത്തണം, സ്വതകൾ കൃത്യമാക്കണം, സക്കാത്ത് കൃത്യമായി കൊണ്ട് നൽകണം, തുടങ്ങിയ ഓരോ കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ആളുകൾക്ക് നന്മ ഉണ്ടാക്കുവാൻ, ജനങ്ങളെ സന്തോഷിപ്പിക്കുവാൻ, ആളുകളെ പ്രയാസപ്പെടുത്താതിരിക്കുവാൻ, സാമ്പത്തികമായും ശാരീരികമായും ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഒക്കെ ശ്രമിച്ചെങ്കിൽ മാത്രമാണ് സ്വർഗത്തിലേക്ക് നേരിട്ടെത്താൻ സാധ്യമാകുന്നത്. ജനങ്ങളുമായി കൂടി തെറ്റി നിൽക്കുന്നത് സഹോദരന്മാരെ നമുക്ക് പരലോകം നഷ്ടപ്പെടുത്തുന്ന വിഷയമാണ്. മരണം വന്നതിന് മുമ്പ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കേണ്ടതുണ്ട്. ആളുകളോട് തെറ്റി നിന്നിട്ട് നാളെയാകട്ടെ മറ്റന്നാളെയാകട്ടെ അല്ലെങ്കിൽ അവരെന്നോട് ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ, സംസാരിക്കട്ടെ, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവനല്ലേ കാരണക്കാരൻ, അവനല്ലേ ഇങ്ങോട്ട് വന്ന് സംസാരിക്കേണ്ടത് എന്നിങ്ങനെ ചിന്തിക്കുന്നതെങ്കിൽ സുഹൃത്തുക്കളെ, എത്ര ദിവസം നമുക്കിങ്ങനെ ചിന്തിക്കുവാൻ സാധ്യമാകും? ഇങ്ങോട്ടേക്ക് അവന് വന്ന് എന്നോട് ബന്ധം പുതുക്കട്ടെ, ഞാൻ കുറ്റക്കാരനല്ലല്ലോ എന്ന് വിചാരിച്ചു നിൽക്കുന്നിടത്ത് അവൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ മരണം വന്നിട്ടില്ല എന്ന് നമുക്ക് ആർക്കാണ് ഉറപ്പുള്ളത്? മരിച്ചതിന് ശേഷം ആ മൃതശരീരം, അനങ്ങാത്ത തണുത്ത ശരീരം പള്ളിയിലേക്ക് കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ വ്യക്തിയോട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണമെന്ന് ചില ആളുകൾ ഔപചാരികത പുറത്ത് സംസാരിക്കാറുണ്ട്. ആ സംസാരങ്ങൾ കൊണ്ട് എത്ര ആളുകൾ ആത്മാർത്ഥമായി പുറത്തു കൊടുക്കും?
സഹോദരന്മാരെ, അതുകൊണ്ട് മരണത്തെ നന്നായി ഓർക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ക്ലിയർ ആക്കാൻ കഴിയും. തെറ്റി നിൽക്കുന്നതെങ്കിൽ ആ തെറ്റി നിൽക്കുന്ന വ്യക്തിയോട് അങ്ങോട്ട് പോയി സലാം പറഞ്ഞെടുക്കുവാൻ അള്ളാഹുവിനെ ഓർക്കുന്ന, മരണത്തെ ഓർക്കുന്നവന് സാധ്യമാകും. ഹറാമുകളിൽ നിന്നും പരിപൂർണമായി മാറി നിൽക്കുവാൻ, തിന്മകൾ കാണുന്നത്, തിന്മകൾ കേൾക്കുന്നത്, തിന്മകൾ പ്രവർത്തിക്കുന്നത് പരിപൂർണമായി ഒഴിവാക്കുവാൻ മരണത്തെ ഓർക്കുന്നവന് സാധ്യമാകും. അവർക്ക് മാത്രമാണ് സാധ്യമാകുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളെയും ആഡംബരങ്ങളെയും ഇല്ലാതാക്കി കളയുന്ന, നശിപ്പിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്ന് പഠിപ്പിച്ചത്. അവനാണ് ബുദ്ധിമാനെന്ന് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ്. കാരണം ഇഹലോകം നൈമിഷികമാണ്, ഏത് സമയത്തും അവസാനിക്കാവുന്ന കാര്യമാണ് ഇഹലോകം എന്ന് പറഞ്ഞാൽ. മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കടക്കാനുള്ളതാണ് നമുക്ക് ശാശ്വതമായ ലോകം എന്നുള്ളത്. നമ്മുടെ മാതാപിതാക്കൾ, മരണപ്പെട്ട ആളുകൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകളെ വിശാലമായി കൊടുക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അവർ ജീവിച്ച കാലഘട്ടം എത്രയാണ്? അവർ മരിച്ചതിന് ശേഷം ഇത്രയും കാലം അവരുടെ പരലോകത്താവുന്നത്. വർഷങ്ങൾക്കും മരണപ്പെട്ട ആളുകൾ, 1000 വർഷങ്ങൾക്കും 2000 വർഷങ്ങൾക്കും എല്ലാം മരണപ്പെട്ട ആളുകളുണ്ട്. അവർ ഭൂമിക്ക് മുകളിൽ 50, 60, 100 വർഷം മാത്രമാണ് ജീവിച്ചത്. പക്ഷേ അവർ ഭൂമിക്ക് താഴെ 1000-ലധികം വർഷങ്ങളായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വർഷം ജീവിക്കേണ്ടത് പരലോകത്താണ്, മരണത്തിന് ശേഷമാണ് എന്ന യാഥാർത്ഥ്യം ഉണ്ടാകുമ്പോഴാണ് കുറഞ്ഞ സമയത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുവാൻ ആളുകൾക്ക് സാധ്യമാകുക. അതുകൊണ്ട് സഹോദരന്മാരെ, മരണത്തെ ഓർക്കാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. രണ്ടാമതായി, നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹോദരിമാരെ, മരണം വാർത്തകൾ ആവർത്തിച്ചു വരുമ്പോൾ നമ്മുടെ ആരാധനകൾ കൃത്യമാക്കുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. ആരാധനകൾ കൃത്യമാക്കുവാൻ, പള്ളിയിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് പള്ളിയിലേക്ക് ജമാഅത്തിലെത്താനുള്ള വിളിയാണ്. കുറച്ചുകൂടി സമയമുണ്ടല്ലോ, അസർ വരെ സമയമുണ്ടല്ലോ, അതിനിടയിൽ എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ പോരെ എന്ന് ചിന്തിക്കേണ്ടവനല്ല ഒരു വിശ്വാസി. മുസ്ലിം പുരുഷനാണോ അവൻ ജമാഅത്തിൽ പള്ളിയിലെത്തിയിരിക്കണം. വീടകങ്ങളിലെ സ്ത്രീകൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അവസാനമൊക്കെ തുടച്ച് വൃത്തിയാക്കി കുളിച്ചതിന് ശേഷം അസറിന്റെ തുടക്ക സമയമാകുന്നതിന് തൊട്ട് മുമ്പിലേക്ക് നമസ്കാരത്തെ മാറ്റിവെക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുവാൻ പാടില്ല. നിങ്ങളുടെ പണികളെല്ലാം പൂർത്തിയായിട്ട് അസറിന് മുമ്പ് നമസ്കരിക്കാനും മാത്രം നിങ്ങൾക്ക് ആയുസ് അല്ലാഹു നീട്ടി നൽകുമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? അതിനു മുമ്പേ മരണപ്പെട്ടു പോകാം. അകാരണമായി കൂടെ നമസ്കാരം നീട്ടിവെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ നമസ്കാരം ബാക്കിയുള്ളവരെ കൊണ്ട് പോകുന്നത്. സമ്പത്ത് നമ്മൾക്കുണ്ടെങ്കിൽ, സക്കാത്ത് കൊടുക്കേണ്ടവരാണെങ്കിൽ കൃത്യമായി കൊണ്ട് ആ സക്കാത്തുകൾ കൊടുത്തു വീട്ടുവാൻ സന്നദ്ധമാകേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കേണ്ടത് കൊടുത്തു വീട്ടേണ്ടതുണ്ട്. ഹജ്ജ് ചെയ്യാൻ മാത്രമുള്ള സാമ്പത്തികവും ശാരീരികവുമായ അവസരം എത്തിയിട്ടുണ്ടെങ്കിൽ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ആരാധനകൾ കൃത്യമായി കൊണ്ട് പൂർത്തീകരിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകണം. അപ്പോൾ മാത്രമാണ് നമുക്ക് വിജയിക്കുവാൻ സാധ്യമാകുന്നത്. നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ആവർത്തിച്ചുള്ള മരണ വാർത്തകൾ സഹോദരന്മാരെ, നമ്മുടെ ഇബാദത്തുകൾ നന്നാക്കുവാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ വിഷയം, പെട്ടെന്നുള്ള മരണ വാർത്തകൾ നമ്മുടെ ചെവികളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ വിധിവിശ്വാസത്തെ നേരെയാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തും സംഭവിക്കാം. ഏതു കാര്യം സംഭവിച്ചാലും അതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് ഉറപ്പിക്കുവാൻ സന്നദ്ധമാക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു മരണ വാർത്ത വന്നപ്പോൾ സ്കൂളിലുള്ള ടൂർ പോയതിന്റെ സന്ദർഭത്തിൽ ആ സ്കൂൾ ടൂറിലേക്ക് പോകാതിരുന്ന ആളുകളുണ്ട്. അവരുമായി കൊണ്ട് ചാനൽ പ്രവർത്തകരൊക്കെ ചർച്ചയ്ക്ക് പോകുന്ന സമയത്ത് ഇന്ന കാരണം കൊണ്ട് ഞാൻ പോയിട്ടില്ല, ഞാൻ പോകാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയാണോ? അല്ല, ഒരിക്കലുമല്ല. ഞാൻ അതിന് പോകാത്തത് രക്ഷപ്പെട്ടത് അവർ അങ്ങനെ ആയതുകൊണ്ടാണ്, ഡ്രൈവർ ഓവർ സ്പീഡ് ആയതുകൊണ്ടാണ്, അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്, ചെറുപ്പക്കാരനായ ഡ്രൈവർ ആയതുകൊണ്ട് എന്നിങ്ങനെയൊക്കെ പലതരം വർത്തമാനങ്ങൾ ആളുകൾ പറയാറുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ നേരത്തെ രേഖപ്പെടുത്തി വെച്ചാണ് ഈ കാര്യം. ആകാശഭൂമികൾ പടക്കുന്നതിന്റെയും 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനം വരെ സംഭവിക്കാതിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ കാര്യം മനസ്സിനകത്തേക്ക് ക്ലിയർ ആക്കി കൊണ്ടുവന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എന്തുണ്ടായാലും അവന് പ്രയാസം ഉണ്ടാകില്ല. എന്റെ ജീവിതത്തിൽ അള്ളാഹു രേഖപ്പെടുത്തിയ കാര്യമല്ലാതെ മറ്റൊന്നും സംഭവിക്കുകയില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് പഠിപ്പിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം തന്റെ മകന്റെ മരണ വാർത്ത ചെവിയിലേക്ക് എത്തിയാൽ അവന് വല്ലാത്ത പ്രയാസം ഉണ്ടാവുകയില്ല. കച്ചവടം പൊളിഞ്ഞു, കച്ചവടത്തിന് വലിയ നഷ്ടമുണ്ടായി, ഭാര്യയ്ക്ക് വലിയ അസുഖമുണ്ട്, അതൊക്കെ മാറിയിട്ട് വരുന്ന സമയത്ത് മകന് പിന്നെ മറ്റൊരു പ്രശ്നമുണ്ടാകുന്നു. ഇതെല്ലാം വിധിയാണ്, അല്ലാഹുവിന്റെ തീരുമാനമാണ് എന്ന് മനസ്സിനകത്തേക്ക് ഉറപ്പിച്ചവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സന്ദർഭത്തിലും പറയാൻ കഴിയുന്നത് അൽഹംദുലില്ലാ എന്ന് മാത്രമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെയാണ്.
പ്രവാചകന് സന്തോഷം ഉണ്ടാകുമ്പോൾ പ്രവാചകന് പറഞ്ഞിരുന്നത് അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്തിമ്മുസ് സാലിഹാത്ത്. ഏതൊരുവന്റെ അനുഗ്രഹം കൊണ്ടാണോ നന്മകൾ പൂർത്തിയാകുന്നത് അവനാകുന്നു സർവ്വസ്തുതിയുമെന്ന്. എന്തെങ്കിലും പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും അല്ലാഹുവിനാകുന്നു സർവ്വസ്തുതിയും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത്. ഇത് നമ്മൾക്കും പറയാൻ സാധ്യമാക്കേണ്ടതുണ്ട്. പ്രവാചകനെ പറഞ്ഞില്ലേ, ഒരു വ്യക്തിയുടെ മകൻ അല്ലെങ്കിൽ മകൾ മരണപ്പെട്ടു, ആ വാർത്ത അവന്റെ ചെവിയിലേക്ക് എത്തുമ്പോൾ അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കുകയും ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേര് വിളിക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം മകന് മരിച്ചു എന്ന് വാർത്ത ചെവിയിലേക്ക് എത്തിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയണമെങ്കിൽ സഹോദരന്മാരെ ആർക്കാണ് കഴിയുക? അള്ളാഹുവിനെ കുറിച്ചുള്ള വിധിയിലെ വിശ്വാസം പരിപൂർണമായ മനസ്സകത്തിൽ കൃത്യമാക്കിയ ആളുകൾക്ക് മാത്രമാണ് സാധ്യമാകുന്നത്. വിധിയാണ്, എല്ലാം അള്ളാഹുവിന്റെ വിധിയാണ്. എന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. എന്റെ ജീവിതത്തിൽ ദുഃഖം ഉണ്ടായി കഴിഞ്ഞാൽ അതും അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഉണ്ടാകുന്ന സന്തോഷത്തിൽ മതിമറന്ന് റബ്ബിനെ മറന്ന് ആഘോഷിക്കുന്ന അവസ്ഥ അത്തരം ആളുകൾക്ക് ഉണ്ടാവുകയില്ല. കല്യാണം വരുന്ന സന്ദർഭത്തിൽ പടച്ച റബ്ബിനെ മറക്കുന്നു, നമസ്കാരമില്ല, വീട്ടിലുള്ള ആളുകൾക്ക് അത്തരം ചിന്തകളില്ല, അടിച്ചുപൊളിയാണ്, ദൂർത്താണ്, എല്ലാം മറന്നുകൊണ്ട് കോടികൾ ലക്ഷങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്നു. സന്തോഷത്തിന് മതി മറക്കുന്നു. അള്ളാഹു നൽകുന്ന സന്തോഷ വാർത്തകളെ, സന്തോഷ നിമിഷങ്ങളെ അള്ളാഹുവിനെ മറക്കാൻ ചില ആളുകൾ ഉപയോഗപ്പെടുത്തുന്നു. അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകില്ല. വിധിയിൽ പരിപൂർണ്ണം വിശ്വസിക്കുന്നവനെ അങ്ങനെ ഉണ്ടാവുകയില്ല. എന്തൊക്കെ പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നാലും അതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് എന്ന് വിശ്വസിക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ടും പ്രയാസവും കുറച്ചു കാലത്തിനപ്പുറത്തേക്ക് നിൽക്കൂല. ആരൊക്കെ മരണപ്പെട്ടാലും എന്തൊക്കെ വേദനകൾ ഉണ്ടായും ഇതെന്റെ റബ്ബ് തീരുമാനിച്ചതാണ്. ഞാൻ ഇതിൽ നിന്നും കരകയറി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് മനസ്സിന് വിചാരിച്ചിരുന്നത് കൊണ്ട് എനിക്കത് സംഭവിക്കാതിരിക്കുമോ? ഒരിക്കലുമില്ല. ഞാൻ എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടത്തിയത് കൊണ്ട് ഒരു കാര്യം സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്താലും അതെന്റെ ജീവിതം സംഭവിക്കാതിരിക്കുമോ? ഒരിക്കലുമില്ല. നമസ്കാരത്തിന് ശേഷം നമ്മളോട് പറയാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയില്ലേ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തി ലിമാ മനഅത വലാ യൻഫഉൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ തടഞ്ഞ കാര്യത്തെ നൽകുവാൻ ഒരാൾക്കും സാധ്യമാവുകയില്ല, നീ നൽകാൻ തീരുമാനിച്ച കാര്യത്തെ തടയുവാൻ ഒരാൾക്കും സാധ്യമാവുകയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കരം പിടിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാ ബുനയ്യ, ഏ പൊന്നുമോനെ, കൊച്ചുകുട്ടി എന്ന് വിളിച്ചുകൊണ്ട് പ്രവാചകൻ ഇബ്നു അബ്ബാസിനെ പഠിപ്പിച്ച ഒരു യാഥാർത്ഥ്യമുണ്ട്. മകനെ, ലോകത്തുള്ള മുഴുവൻ ആളുകളും നിനക്കൊരു നന്മ വരുത്തിക്കണമെന്ന് തീരുമാനിച്ചു, പക്ഷേ അള്ളാഹു നിനക്കത് നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ പരിശ്രമിച്ചാലും നിനക്കത് നൽകുവാൻ അവർക്ക് സാധ്യമാവുകയില്ല, നിനക്കത് കിട്ടുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരു കാര്യം വരുത്തണമെന്ന് നൽകണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളും അത് തടയാൻ ശ്രമിച്ചാലും അതും സംഭവിക്കുകയില്ല, സാധ്യമാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊച്ചുകുട്ടിയായിരുന്ന ഇബ്നു അബ്ബാസിനെ പഠിപ്പിച്ചിരുന്നു. ഈ യാഥാർത്ഥ്യം പോലും നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കാൻ കഴിയേണ്ടതുണ്ട്. എന്ത് വലിയ സംഭവങ്ങളും അപകടങ്ങളും ഉണ്ടായാലും അതെല്ലാം അള്ളാഹു തീരുമാനിച്ചതാണ് എന്ന് സഹോദരന്മാരെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകണം. അതേപോലെ തന്നെ നാലാമതായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സന്ദർഭങ്ങൾ, ഇത്തരം അപകടങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവ് വളരെ നൈമിഷികമാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ പഠിപ്പിച്ചിരുന്നത് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഅബുൻ വലഹുൻ എന്നാണ്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് കളിയും ചിരിയും വിനോദവും അലങ്കാരവും ഒക്കെയാണ്, വേറൊന്നുമില്ല. അത് മാത്രമാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ, പരലോകമാണ് ഏറ്റവും നല്ലതും എന്നെന്നും ബാക്കിയാകുന്നതും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ബോധം നമ്മൾക്ക് ഉണ്ടാകണം. ഈ ബോധം നമ്മൾക്ക് ഉണ്ടായിട്ടില്ല എങ്കിൽ ബൽ തുസിറൂനൽ ഹയാത്തുദ് ദുനിയ, നിങ്ങൾ ഈ ദുനിയാവിന് വേണ്ടി കൂടുതൽ സമയവും കൂടുതൽ സന്ദർഭങ്ങളും കൂടുതൽ അധ്വാനങ്ങളും നിങ്ങൾ പാഴാക്കിക്കൊണ്ടിരിക്കും. ദുനിയാവ് വളരെ നൈമിഷികമാണ്, ഏത് സമയത്തും അവസാനിക്കാവുന്നതാണ് എന്ന ബോധ്യമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. എത്രയെത്ര വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരു വലിയ നാടിനെ ഒന്നാകെ ഇല്ലാതാക്കുന്ന പ്രളയം നമ്മൾ വായിച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്ന നാടാണ്, നിമിഷ നേരം കൊണ്ട് ഒന്നും പറയാനില്ലാത്ത പോലെ ഒരു നാടിനെ തന്നെ അല്ലാഹു മറച്ചു കളഞ്ഞിട്ടുണ്ട്. നമ്മൾ വായിച്ച വാർത്തകളാണ്. വലിയ സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ മരണത്തോടുകൂടി ആ കുടുംബം ഒന്നുമില്ലാതായ വാർത്തകൾ നമ്മൾ വായിച്ചിരുന്നു. ഒരു അപകടത്തിൽ ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകൾ മരണപ്പെട്ട വാർത്തകൾ നമ്മൾ വായിച്ചിരുന്നു. എന്തും സംഭവിക്കാം. ദുനിയാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം നേടിയെടുക്കാൻ പരിശ്രമിച്ചാലും
അത് വളരെ നൈമിഷികമാണ്, കുറഞ്ഞ സമയത്തേക്ക് മാത്രമായുള്ളതാണ് എന്ന ബോധ്യമാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു സ്കൂളിലെ അധ്യാപകർക്ക് ഓരോരുത്തർക്കും ആ സ്കൂളിനെ കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങൾ ഉണ്ടാകും. അവിടെയുള്ള പ്രധാന അധ്യാപിക അടക്കമുള്ള ഒരു കൂട്ടം അധ്യാപകരാണ് മരണപ്പെട്ടിട്ടുള്ളത്. അവിടേക്ക് പുതിയ പോസ്റ്റിംഗ് ഉണ്ടാകണം. കുട്ടികൾക്ക് ഇനി അടുത്ത വർഷം പുതിയ അധ്യാപകർ വരുമ്പോൾ അവരുടെ മാനസികാവസ്ഥയായിരിക്കും, പലതും സംഭവിക്കാനിരിക്കുന്നു. പക്ഷേ എല്ലാം റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്. നമ്മൾക്ക് ഈ ദുനിയാവ് വളരെ ചെറുതാണ് എന്നുള്ള ചിന്തയാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. ആ ചിന്ത നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ അഹങ്കാരം ഇല്ലാതാകും, നമ്മുടെ കിബർ ഇല്ലാതാകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മനുഷ്യന്റെ കിബർ ഇല്ലാതാകുമ്പോഴാണ് അവൻ നന്നാകുന്നത്. ഞാൻ എന്തോ വലിയ സംഭവമാണ്, മറ്റുള്ള ആളുകൾക്ക് എന്നേക്കാൾ താഴെയുള്ളവരാണ്, എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല എന്നിങ്ങനെയുള്ള അഹങ്കാരത്തിന്റെ വർത്തമാനങ്ങൾ ദുനിയാവ് നൈമിഷികമാണെന്ന ചിന്ത മനസ്സിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതാകും. അതുകൊണ്ട് ദുനിയാവ് നൈമിഷികമാണ് എന്ന ചിന്ത നമുക്ക് ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, എന്തൊക്കെ അപകടങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും പല ആളുകളുടെയും വിശ്വാസം പോലും ചില വാക്കുകൾ നഷ്ടപ്പെടുത്തുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി മഴ പെയ്ത ഒരു രാത്രിയിൽ സുബഹി നമസ്കാരത്തിന് വേണ്ടി പിറ്റേ ദിവസം പള്ളിയിലേക്ക് എത്തിയ ആളുകളോട് പറഞ്ഞില്ലേ, അസ്ബഹ മിൻകും മുഅ്മിനൻ ബി വകാഫിറുൻ ബി എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്ന്. നിങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞ ഒരു ദിവസം രാത്രിയിൽ വിശ്വാസികളും കുഫാറുകളുമായി ചില ആളുകൾ മാറിയിട്ടുണ്ട്. അള്ളാഹുവാണ് ഞങ്ങൾക്ക് മഴ നൽകിയെന്ന് പറഞ്ഞവർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അതേപോലെ തന്നെ രാശികളെ അവിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന രാശികൾ കൊണ്ടാണ് എനിക്ക് മഴ കിട്ടിയത് എന്ന് പറഞ്ഞ ആളുകൾ അവർ അള്ളാഹുവിൽ അവിശ്വസിച്ചിരിക്കുന്നു, അവർ കുഫറിലായിരിക്കുന്നുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നാശം പിടിച്ച സംഗതി, എന്തൊരു വിധിയാണിത്, വല്ലാത്തൊരു അവസ്ഥ തന്നെ എന്നിങ്ങനെയുള്ള വർത്തമാനം ഒരിക്കലും നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല. ചൂട് കൂടുമ്പോഴൊക്കെ എന്തൊരു നാശം പിടിച്ച ഹലാക്കിന്റെ ചൂടാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. സഹോദരന്മാരെ, വാക്കുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയാണ് എല്ലാം. അതിനപ്പുറത്ത് നമ്മൾ ആളുകളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ നാവുകൾ കൊണ്ട് നരകമാകുന്ന അവസ്ഥ നമുക്ക് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. എന്തൊക്കെ ആശങ്ക ഉണ്ടാക്കുന്നതും എന്തൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചാലും നമ്മുടെ നാവിനെ നല്ലത് മാത്രം പറയാനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോഴാണ് സൂര്യഗ്രഹണം ഉണ്ടായത്. സഹാബികൾ ചില ആളുകൾ പറഞ്ഞു, പ്രവാചകന്റെ മകന്റെ മരണത്തിൽ സൂര്യന് പോലും പ്രയാസപ്പെട്ടുവെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, നിങ്ങൾ അങ്ങനെ പറയുവാൻ പാടില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട വാചകങ്ങളല്ലാതെ ഞാൻ പറയുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മകൻ മരണപ്പെട്ടു, സങ്കടം തന്നെയാണ്, പക്ഷേ അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത വർത്തമാനങ്ങൾ എന്റെ നാവിൽ നിന്ന് വരില്ല എന്ന് പ്രവാചകൻ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ പലതും വന്നേക്കാം. ആ സന്ദർഭങ്ങളിലെല്ലാം റബ്ബിനെ നിഷേധിക്കുന്ന കുഫറിന്റെ വാചകങ്ങൾ ഇല്ലാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ ഓരോ സംഭവങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ആ നിലയ്ക്ക് അപകടങ്ങളെയും അപകട മരണങ്ങളെയും പരലോകത്ത് ഓർമ്മിക്കുവാനും ജീവിതം നന്നാക്കുവാനുമുള്ള ഗുണപാഠങ്ങളാക്കി മാറ്റിയെടുക്കാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ പരലോകത്തെ നന്നായി ഓർക്കുന്ന ഇഹലോകത്തെ നൈമിഷികമായി കൊണ്ട് ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഓരോരു ചെയ്യും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സമൂഹത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങളും അപകട മരണങ്ങളും നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഗുണപാഠങ്ങളാണ് സൂചിപ്പിച്ചു വെച്ചത്. മഹാനായ അബൂ അലി അദ്ദിഖാഖ് അൻ-നൈസാബൂരി റഹിമഹുല്ലാഹ് ഹിജ്റ 405 മരണപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞുള്ള പ്രധാനപ്പെട്ട ഒരു വാചകം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുകയാണ്, മൻ അക്സറ മിൻ ദിക്രിൽ മൗതി, ആരെങ്കിലും മരണത്തെക്കുറിച്ച് ധാരാളമായി കൊണ്ട് ഓർത്തു കഴിഞ്ഞാൽ അക്രമ ബി സലാസത്തി അശ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങൾ കൊണ്ട് അവനെ മാന്യനാക്കും, അവനെ ഉന്നതനാക്കും. ഒരു വ്യക്തി നന്നായി മരണത്തെ ഓർച്ചാൽ അവന് 3 കാര്യങ്ങൾ ലഭ്യമാകും. എന്താണത്? തഅജീലു തൗബ വ ഖനാഅത്തുൽ ഖൽബി വ നശാത്തുൽ ഇബാദ. ഒന്ന് തഅജീലു തൗബ, തൗബ അവൻ അധികരിപ്പിക്കും. മരണചിന്ത അധികമാകുമ്പോൾ ചെയ്ത തിന്മകളെ കുറിച്ച് അള്ളാഹുവോട് പെട്ടെന്ന് അവൻ തൗബ ചെയ്യും. ഞാനിപ്പോൾ ഒന്നും മരിക്കൂല, കുറച്ച് കഴിഞ്ഞേ മരിക്കുള്ളൂ എന്ന് ചിന്തിക്കുന്നവൻ തൗബ വൈകിപ്പിക്കും. അതേപോലെ തന്നെ ഖനാഅത്തുൽ ഖൽബ്, അവന്റെ ഹൃദയത്തിന് എന്ത് കിട്ടിയാലും തൃപ്തിയായിരിക്കും. കാരണം ഞാൻ മരിക്കേണ്ടവരാണ്, ഒരു ദിവസം ഞാൻ ഇവിടുന്ന് പോകേണ്ടവരാണ്.
അതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാ എന്ന് പറയാൻ അവന്റെ മനസ്സിന് സാധ്യമാകും. ഇബാദത്തിൽ അവന് നല്ല ഉന്മേഷം ഉണ്ടാകും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരക്കാരോട് പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു വിടവാങ്ങലുകാരന്റെ നമസ്കാരം കൂടി നമസ്കരിക്കണമെന്ന്. ഇതിന്റെ അവസാനത്തെ നമസ്കാരമാണ്, ഞാൻ പെട്ടെന്ന് മരിക്കേണ്ടവനാണ് എന്ന് ചിന്തിക്കുന്നവന് നമസ്കാരം നന്നാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ മരണചിന്ത അധികരിപ്പിക്കുന്നവർക്ക് ഈ 3 നേട്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരെങ്കിലും മരണത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ അവന് 3 കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു ശിക്ഷിക്കുമെന്നാണ്. ഒന്ന്, അവൻ തൗബയെ വൈകിപ്പിച്ചുകൊണ്ടേയിരിക്കും. നാളെയാകട്ടെ കുറച്ച് കഴിയട്ടെ, കാരണം ഇനി കുറെ ദിവസമുണ്ടല്ലോ എന്ന ചിന്തയാണ് നമുക്ക് ഉണ്ടാവുക. അത് അദാബാണ്, അള്ളാഹുവിന്റെ ശിക്ഷയാണ്. തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ നമ്മൾക്ക് പ്രേരണ ഇല്ലാതിരിക്കുക എന്നത് അള്ളാഹുവിന്റെ ശിക്ഷയാണ്. മരണത്തെ ഓർക്കുന്നവർ മാത്രമാണ് അത് സാധ്യമാകുന്നത്. അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടാൻ മരണത്തെ ഓർക്കാത്തവനെ സാധ്യമാവുകയില്ല. ഇനിയും കുറെ വെട്ടിപ്പിടിക്കണമെന്ന ചിന്തയാണ് അവനുണ്ടാകും. അത് ആരേക്ക് പ്രയാസപ്പെടുത്തിയാലും ഒരു കുഴപ്പമില്ല എന്ന ചിന്ത അവന്റെ മനസ്സിലുണ്ടാകും. ഇബാദത്തിൽ, ആരാധനയിൽ അവന് വലിയ മടിയായിരിക്കും. നമസ്കാരമൊന്നും കൃത്യമാവുകയില്ല. എപ്പോഴെങ്കിലും തോന്നിയ സമയത്ത് നിർവഹിക്കുന്ന നിസ്കരിക്കുന്ന അവസ്ഥയാണ് അവനുണ്ടാവുന്നത്. ഇത് അല്ലാഹുവിന്റെ ശിക്ഷയാണ് എന്ന് മഹാന്മാരെ മുൻഗാമികൾ പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, അതുകൊണ്ട് മരണചിന്ത അധികരിപ്പിക്കുമ്പോൾ നമുക്ക് ഈ 3 നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ സാധ്യമാകും. ആ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ, അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ നിലക്ക് മരണത്തെ നന്നായി ഓർക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകുവാൻ, അള്ളാഹുവിനെ കുറിച്ച് പേടിക്കുവാൻ, പരലോകത്ത് ഓർമ്മിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് റബ്ബിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും സന്നദ്ധമാവുക എന്നുള്ളത്. അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ സമയം മാറ്റി വെക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റബ്ബിനെ കുറിച്ച് കൂടുതൽ പേടിച്ച് ജീവിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകും. അതിനുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ മക്കളെയും ആ നിലക്ക് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന പടച്ചറബിനെ പേടിയുള്ള മക്കളാക്കിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവരുന്ന അനിവാര്യമാണ്. കാരണം ആധുനികമായ ലോകത്തൊക്കെ മക്കൾ ദിനം പ്രതി തിന്മകളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷം നമ്മുടെ നാടുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് ദീനി വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം തന്നെ നമ്മളും ദീനി കരസ്ഥമാക്കുവാൻ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മുടെ മക്കൾക്ക് 8ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് അവർക്ക് അള്ളാഹുവിന്റെ ദീന് പഠിക്കാനുള്ള ഒരു വലിയ അവസരം ഇൻഷാ അല്ലാഹ് 27-ാം തീയതി തിങ്കളാഴ്ച മുതൽ 30 വരെയുള്ള 5 ദിവസം പാനൂർ റയ്യാൻ സെന്ററിൽ വെച്ച് എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 11 മണിയുടെ സമയത്ത് നടക്കുകയാണ്. ഈ പ്രായത്തിൽ 8ാം ക്ലാസ്സിന്റെയും ഡിഗ്രിയുടെയും ഇടയിൽ പഠിക്കുന്ന ആൺകുട്ടികളോ പെൺകുട്ടികളോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ മക്കളെ അവിടേക്ക് എത്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും മാതാപിതാക്കളെ അനുസരിക്കേണ്ടതിന്റെ ഗൗരവത്തെക്കുറിച്ചും എല്ലാം അവർ കൃത്യമായി കൊണ്ട് അവിടെ നിന്ന് പഠിക്കാൻ സാധ്യമാകുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമതായി, നമ്മൾക്കൊക്കെ ദീന് പഠിക്കാൻ വേണ്ടിയുള്ള അയൽക്കൂട്ടം, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിക്കുവാൻ, ദീനിനെ കുറിച്ച് സംസാരിക്കുവാനുള്ള അവസരങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഏപ്രിൽ 28 ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം 4:30 ചമ്പാട് വെച്ച് റിയാസ് സലാഹിയുടെ സംസാരം ഉണ്ടായിരിക്കും. അയൽക്കൂട്ടം പ്രോഗ്രാമിലേക്ക് കുടുംബസമേതം എത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദീനി കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാൻ അവസരങ്ങൾ വരുമ്പോൾ ആ അവസരങ്ങളെ ഏറ്റവും ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ സന്നദ്ധമാകണം. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നന്നായി ദീനി പഠിക്കുന്ന, അതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഒരുപാട് തിന്മകൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുണ്ട്. എല്ലാം ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുന്ന റഹ്മാനെ, മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് നിന്റെ മഹത്തായ സ്വർഗ്ഗത്തിൽ അല്ലാഹുവേ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗ്ഗം നൽകണേ. 2 ലോകത്തും അവർ നീ പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്. റഹ്മാനെ, മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് നീ കണ്ണിക്കുളിർമ നൽകി അനുഗ്രഹിക്കണമേ. ഇഹലോകത്തും പരലോകത്തും അവരെ ഞങ്ങൾക്ക് നീ കണ്ണിക്കുളിർമയാക്കി മാറ്റി തീർക്കണം റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന വിശ്വാസി സമൂഹത്തിന് നീ രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തു രക്ഷിക്കണമെന്ന് റഹ്മാനെ. അല്ലാഹുവേ, കത്തിയാളുന്ന നരകത്തിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമെന്ന് റബ്ബേ. നരകത്തിന്റെ കത്തിയാളുന്ന വിറകുകളാക്കി ഞങ്ങളെ നീ മാറ്റി തീർക്കല്ലേ അല്ലാഹ്. സ്വർഗത്തിന്റെ ഉന്നത വിഹായസിൽ നിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വസിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. കൂടുന്ന ചൂടിൽ നിന്ന് ഞങ്ങൾക്ക് നീ ആശ്വാസം നൽകണമേ. നാടിൽ മൊത്തം വരൾച്ച ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള അവസ്ഥാവിശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു റഹ്മാനെ. ഈ ചൂടിൽ നിന്നും ഞങ്ങൾക്ക് നീ സഹായം നൽകണമേ. അല്ലാഹുവേ, മനസ്സിനെയും ശരീരത്തെയും നാടിനെയും തണുപ്പിക്കുന്ന രൂപത്തിൽ നല്ല ആശ്വാസത്തിന്റെ മഴ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ സ്ഖിനാ
اللهم اسقنا اللهم اسقنا اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم إنا نسألك الجنة. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. أقول قولي هذا أستغفر الله لي ولكم ولسائر المؤمنين من كل ذنب إنه هو الغفور الرحيم.